ഹലോ ഫ്രണ്ട്സ്, കോൺസർമേഷൻ്റെ ഓൺ റിവ്യൂവിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മഹിമയും ഗിരിയും കൂടി അമ്മ വീണു പറഞ്ഞിട്ട് ഓടി വരികയാണ് കേട്ടോ. ഓടി വന്നിട്ട് പിന്നെ നമ്മുടെ മഹിമ അമ്മയോട് പറയും, അമ്മ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ആ 101 പ്രദക്ഷിണം സ്വപ്നം ചെയ്താലും മതി പറഞ്ഞിട്ട് പറയണം. അപ്പം അത് കേട്ട സ്വപ്നം പറയും, ഞാനൊന്നും ചെയ്യില്ല, എനിക്കൊന്നും വയ്യ പറഞ്ഞിട്ട് പറയണം. അപ്പോൾ നമ്മുടെ ഗിരി പറയും, ഗിരിക്ക് അവളോട് ഒരു ദേഷ്യമുണ്ടല്ലോ. അപ്പോൾ ഗിരി പറയും, നീ അത് ചെയ്തില്ല പറഞ്ഞാൽ പിന്നെ ആ നിമിഷം മുതൽ നീ ഈ വീട്ടിൻ്റെ പുറത്തായിരിക്കും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് കേട്ടോ. അപ്പം അവളൊന്നും മിണ്ടാണ്ടിരിക്കും, അവളൊന്നും പറയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മഹിമയോട് ഗിരി താങ്ക്സ് ഒക്കെ പറയും ട്ടോ. കാരണം അമ്മയ്ക്കാണല്ലേ ആ പണി കൊടുത്തത്. നീ അത് മാറ്റി കൊടുത്തല്ലോ, അതെനിക്ക് നല്ല സന്തോഷമായി. സ്വപ്നയ്ക്ക് കൊടുത്തത് എന്തായാലും നന്നായി. കാരണം എനിക്ക് അവളോട് കുറച്ച് ദേഷ്യമുണ്ട്. അവളിപ്പോൾ തലയിൽ അഹങ്കാരം പിടിച്ച് കയറി നടക്കുക. അപ്പോൾ അവൾക്കത് ഒന്ന് കിട്ടണം പറഞ്ഞിട്ട് പറയണം. അത് ഗിരിയേട്ടൻ ഞാനത് എൻ്റെ ചേച്ചിയോട് കാട്ടിയതൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ അറിയാണ്ട് അമ്മയ്ക്ക് കൊടുത്തതാണ്, സോറി പറഞ്ഞിട്ട് നമ്മുടെ മഹിമയും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ വന്നിട്ട് നമ്മുടെ അമ്മയും മകനുമായിട്ടുള്ള സ്നേഹമാണ്. അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, ഇത് ഈ പണിക്കൊന്നും നിൽക്കണ്ട, അമ്മയ്ക്ക് ആവില്ല എന്നൊക്കെ പറഞ്ഞതല്ലേ. അത് കുഴപ്പമില്ല മോനെ, മോന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്, കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് പറയണം. അപ്പോഴും മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഭാനുമ്മ ചെയ്യണതൊക്കെ കള്ള നാടകമാണ് നമ്മുടെ ഗിരിക്ക്. പക്ഷെ നമ്മുടെ ഗിരിക്ക് അമ്മയോടുള്ള ആ സ്നേഹം കണ്ടിട്ട് നമ്മുടെ മഹിമയ്ക്ക് അലിവൊക്കെ തോന്നുന്നുണ്ട്. കാരണം അമ്മനെ ഇത്രയും സ്നേഹിക്കുന്ന ആൾ എൻ്റെ ചേച്ചിനെയും സ്നേഹിക്കുന്ന ആൾക്ക് മനസ്സിലാവാം കേട്ടോ മഹിമയ്ക്ക്. പിന്നെ കാണിക്കുന്ന സിനിമ വന്നിട്ട് നമ്മുടെ മുകുന്ദന് നമ്മുടെ മഹിമയോട് നല്ല ദേഷ്യം വന്നിരിക്കുകയാണ്. നേരത്തെ സ്നേഹമായിരുന്നു, പക്ഷേ ഇപ്പം ദേഷ്യം വന്നിരിക്കും. കാരണം ഇത്രയും വയസ്സായ ഒരാൾക്ക് ഇത്രയും പണി കൊടുക്കണം, അവൾ എന്താ ഇങ്ങനെ കണ്ണീശ്വരില്ലാത്ത പോലെ കാണിക്കുന്നത് പറഞ്ഞിട്ട് പറയണം ഗൗരമ്മയോട് കേട്ടോ. അപ്പോൾ ഗൗരമ്മ പറയും, എടാ അവൾ ആ ഒരു ഇതിൽ പറഞ്ഞതാണ്, അവളുടെ ചേച്ചിനെ കാണിച്ചു കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു, അപ്പോൾ അവൾ അങ്ങനെ ആ ഒരു രീതിയിൽ പറഞ്ഞതാണ്, നീ അത് വിട്ട് കളയി പറഞ്ഞിട്ട് പറയണം. അപ്പോൾ നമ്മുടെ ആ സംസാരിക്കുന്നിടയിൽ നമ്മുടെ മഹിമ വരും. മഹിമ വന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് പറഞ്ഞിട്ട് നമ്മുടെ മഹിമയോട് മുകുന്ദൻ ചൂടാവാണ്. അപ്പം വക്കീൽ, ഞാനത് സ്വപ്നയ്ക്ക് പണി കൊടുത്തിട്ടുണ്ട്, ഞാനത് ആ ഒരു എൻ്റെ ചേച്ചിൻ്റെ പറഞ്ഞപ്പോൾ എനിക്ക് ആ പെട്ടെന്ന് ദേഷ്യം വന്നു, അപ്പോൾ അതാണ് ഞാൻ ഭാനുമയ്ക്ക് കൊടുത്തത് പറഞ്ഞിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു, ഞാൻ അത് പണി സ്വപ്നയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല പറഞ്ഞിട്ട് പറയണേ. ആ ശരി ശരി പറഞ്ഞിട്ട് പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ വന്നിട്ട് നമ്മുടെ ഗിരി മഞ്ജുവിനോട് താങ്ക്സ് പറയണം. കാരണം എൻ്റെ അമ്മ ഇത്രയും വയ്യാണ്ട് നീയല്ലേ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എല്ലാത്തിനും സഹായിച്ചു നീയല്ലേ. ഇതിപ്പോൾ അമ്മയാണെങ്കിലും വേറെ ആരാണെങ്കിലും ഞാൻ സഹായിക്കും. കാരണം എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചിരിക്കണം, ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ പറഞ്ഞിട്ട് പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശാലിനി വരികയാണ്. അമ്മ വീണ് കിടക്കല്ലേ, അപ്പോൾ അമ്മനെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് വന്നത് എന്താണ് അമ്മയ്ക്ക് മഞ്ജുവിനോടുള്ള സ്നേഹമൊക്കെ കണ്ടിട്ട് അവൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അവൾ അമ്മനെ കണ്ടത് വേഗം ഇറങ്ങിപ്പോകണം. അപ്പോൾ നമ്മുടെ മഞ്ജു പറയും, എന്താ നീ നിൽക്കണില്ല, അല്ലെങ്കിൽ വന്നാൽ കുറേ നേരം നിന്നിട്ട് എല്ലാം ഇതായിട്ട് പോകണതാണ്, നീ എന്താ ഇപ്പം നേരത്തെ പോകണത്? ഒന്നുമില്ല പറഞ്ഞിട്ട് പറയണേ. ഓ എനിക്ക് മനസ്സിലായി, അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹവും ഒക്കെ നീ കണ്ടിട്ടല്ലേ എനിക്ക് അസൂയ തോന്നിയിട്ടല്ലേ. എനിക്കെന്തിനാ അസൂയ? നീ കാണാൻ കിടക്കണുള്ളൂ, നിന്റെ സന്തോഷം കുറച്ച് നാളൊക്കെ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് പറയണേ. നീ എന്തൊക്കെയാ പറയണ മോളെ, നീ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. നീ ഇപ്പൊ കാണുന്നതൊന്നുമല്ല, നിന്റെ അച്ഛനും ചാച്ചുവും സഞ്ജയൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. അതറിഞ്ഞ് നീ നെട്ടും, നീ ഇല്ലാണ്ടാകും. നീ എങ്ങനെയാണ് ഇത്രത്തോളം ഇവിടെ എത്തിയതെന്ന് എനിക്കറിയില്ല. കാരണം വരുന്നില്ല, അവളുടെ അച്ഛൻ പറയണത് പെണ്ണ് കേസിൽ പെട്ടതും മയക്കുമരുന്നിലും അങ്ങനെയൊക്കെ വലിയ ആളായതാണ്. അത് അവൾക്കൊന്നും അറിയില്ല. അവള് വലിയൊരാളായി എന്ന് മാത്രം അവൾക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇരിക്കുന്നത് എപ്പിസോഡിൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.